ബാക്കി കാര്യങ്ങൾ ജീവൻ പോയാലോ? ഞാൻ അവിടുന്ന് ഓടി വരികയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. നമ്മളെല്ലാവരും ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഭൂരിഭാഗം ആൾക്കാരും ഈ പ്രൈവറ്റ് ബസ് സർവീസിനെ ആയിരിക്കും ആശ്രയിക്കുന്നത്. ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രൈവറ്റ് ബസ് സർവീസ്, അതിപ്പോൾ ഒരുപാട് ട്രാവൽസ് ഏജൻസികൾ അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ സർവീസുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. അങ്ങനെ വർഷങ്ങളായിട്ട് സർവീസ് നടത്തുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ് കല്ലട ട്രാവൽസ്. ഈ കല്ലട ട്രാവൽസിൽ യാത്ര ചെയ്തിട്ട് ദുരനുഭവങ്ങളുണ്ടായ ഒരുപാട് കഥകൾ, ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് വന്നൊരു വീഡിയോ ആണ്. ഒരു പെൺകുട്ടി കല്ലടയിൽ യാത്ര ചെയ്തിട്ട് ആ കുട്ടിക്കുണ്ടായ ഒരു മോശപ്പെട്ട അനുഭവം. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ബാക്കി കാര്യങ്ങൾ ജീവൻ പോയാലോ? ഞാൻ അവിടുന്ന് ഓടി വരികയായിരുന്നു. നിങ്ങൾ നിർത്തിയില്ല, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതിനല്ലേ ഞാൻ കൊടുത്തോളൂ. ഇതെന്താ സംഭവം ചോദിച്ചാൽ, ഈ പെൺകുട്ടി കല്ലട ട്രാവൽസിൽ യാത്ര ചെയ്ത ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടി ഈ ട്രാവൽസിലെ സ്റ്റാഫിനോട് വാഷ്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ അത് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 7 മണിക്കൂർ മുൻപാണ് ഇവര് ഈ ബ്രേക്ക് കൊടുത്തത്. ഏതൊരു സ്ഥലത്ത് നിർത്തിയിട്ട് വാഷ്റൂമിൽ പോകാനും അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ബ്രേക്ക് കൊടുത്തത് 7 മണിക്കൂർ മുൻപാണ്. 7 മണിക്കൂറിന് ഇപ്പുറം ഇതേ ആ ഒരു ആവശ്യം ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ സ്റ്റാഫ് അത് സമ്മതിക്കാൻ തയ്യാറായില്ല. കുറേ സമയം കഴിഞ്ഞ് വീണ്ടും ആ കുട്ടി ബെഗ് ചെയ്തതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കൊടുത്തു. ഈ കുട്ടി പോയി വാഷ്റൂമിൽ പോയിട്ട് വരുന്ന സമയത്തിനുള്ളിൽ ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വൃത്തികെട്ടൊരു ആറ്റിറ്റ്യൂഡാണ് കല്ലട ട്രാവൽസിലെ സ്റ്റാഫുകൾ കാണിക്കുന്നതെന്ന്. ഇതേ ബസ് സർവീസിൽ ഒരുപാട് പ്രാവശ്യം ഇത്തരം അനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഈ വിക്ടിമായിട്ടുള്ള പെൺകുട്ടിയല്ല ഈ വീഡിയോ ഇട്ടേക്കുന്നത്, മറ്റൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് എക്സാക്ട്ലി സംഭവിച്ചെന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ ഒരു ഇൻസിഡന്റ് ഞാൻ കല്ലട ട്രാവൽസിൽ ട്രാവൽ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു യാത്രക്കാരി ചോദിച്ചു ഒന്ന് വാഷ്റൂമിൽ പോകണം, അപ്പം ജസ്റ്റ് ഒന്ന് ബസ് നിർത്താൻ പറ്റുമോ, അർജന്റ് ആണ് എന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 6.5 or 7 hours മുന്നേ ആണ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ബസ് നിർത്തിയത്. അപ്പം ഏകദേശം ഈ പാസഞ്ചറിന് അർജന്റ് ആയിരുന്നു. എനിവേസ് അവർ നിർത്തില്ല എന്ന് പറഞ്ഞു, കാരണം ബ്ലോക്ക് ആയിരുന്നു. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണേനും. ബട്ട് ഈ ഒരു യാത്രക്കാരി വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ നിർത്തി കൊടുത്തു. എന്നിട്ട് അവരൊരു ഹോട്ടലിൽ പോയി വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ബസ് എന്ത് ചെയ്തു വെച്ചാൽ, ഇവരെ കൂട്ടാതെ ബസ് എടുത്തു പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലോക്ക് ആയപ്പോൾ ബസ് നിർത്തിയിരിക്കുകയാണ്. അപ്പം നാച്ചുറലി ഇവർ ഈ ഒരു കുട്ടി തിരിച്ചു വരുമ്പം ബസ് കാണാതെ ടെൻഷൻ അടിച്ച് ബാക്കിൽ നിന്ന് ഓടി ആ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ ഓടിയിട്ട് ബസ്സിനെ ക്യാച്ച് ചെയ്തു. എന്നിട്ട് ബസ്സുകാരോട് ചോദിച്ചു എന്താ എന്നെ കൂട്ടാതെ പോയി. എന്നിട്ട് അവർ പറയാം, നിങ്ങൾക്ക് വല്ല പ്രൈവറ്റ് ബസ്സിലും പോയിക്കൂടെ. ഞാൻ വിചാരിക്കുക, ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്? കഷ്ടം. ബോയ്ക്കോട്ട് ചെയ്യാൻ സമയമായി. അതന്നെ, കയ്യിലുള്ള കാശ്, അതും ഈ ട്രാവൽസുകാർ ചോദിക്കുന്ന കാശ് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും വാഷ്റൂമിൽ പോകുന്നവർ അവരുടെ ലഗേജും കൊണ്ട് പോകാൻ പറ്റില്ല. ആ ലഗേജ് ഈ വണ്ടിക്കകത്തുണ്ട്. എന്നിട്ടാണ് ഇവന്മാർ ഈ തെണ്ടിത്തരം കാണിച്ചേക്കുന്നത്. കല്ലട ട്രാവൽസിനെതിരെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് നിലവിൽ ഉണ്ട്. എന്നിട്ടും ഈ സർവീസിന്റെ പെർമിറ്റ് എന്തുകൊണ്ട് റദ്ദ് ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് കാശിന്റെ പവർ വരുന്നത്. സുരേഷ് കല്ലട എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു ഇതിന്റെ ഓണർ, കല്ലട ട്രാവൽസിന്റെ ഓണർ. ആൾ അത്യാവശ്യം രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഗെറ്റപ്പുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആളുടെ കാശിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിലാണ് ഈ ട്രാവൽ സർവീസ് മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നിരവധി ആൾക്കാരാണ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കുന്നത്, ഞാൻ കല്ലട യൂസ് ചെയ്യാറില്ല, ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല, പഴയ പ്രശ്നങ്ങളും ഒക്കെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാനൊന്നും ആരും തയ്യാറാവുന്നില്ല. അത് കാശിന്റെ പവർ കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കുണ്ടായൊരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് കല്ലടയിലല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് എനിക്ക് KSRTC ഉണ്ടായി. പലപ്പോഴും എല്ലാവരും KSRTC കുറ്റം പറയാറുണ്ട്. പക്ഷേ എനിക്കുണ്ടായ അനുഭവം, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിക്ക് യാത്ര പോകണം. രാത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ബസ്സിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. കാരണം ബസ്സിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, കണ്ടക്ടറോട് പറയാൻ നിവർത്തിയുള്ളൂ. പക്ഷേ എനിക്ക് പറയാൻ ഒരു ചമ്മലുണ്ടായിരുന്നു. പറഞ്ഞാൽ അവർ നിർത്തിയില്ലെങ്കിൽ അത് നാണക്കേടല്ലേ എന്നൊരു ചമ്മലുണ്ടായിരുന്നു. എന്നിട്ടും രണ്ടും കൽപ്പിച്ച് ഞാൻ കണ്ടക്ടറോട് പോയിട്ട് എനിക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണം, ഒന്ന് വണ്ടി നിർത്തരാവും ചോദിച്ചു. ശരിക്കും അത് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു ഔട്ടർ ഏരിയ ആണ്. ഓർമ്മ ശരിയാണെങ്കിൽ പള്ളിപ്പുറം ആ ഒരു ഏരിയയൊക്കെ കഴിഞ്ഞു. ഈ ഔട്ടർ ഏരിയയിൽ തന്നെ അവർ വണ്ടി നിർത്തി. കണ്ടക്ടർ നേരെ ഡ്രൈവറോട് പോയി കാര്യം സംസാരിച്ചു, വണ്ടി നിർത്തി തന്നു. ഞാൻ പോയി യൂറിൻ പാസ് ചെയ്തു, തിരിച്ച് വണ്ടിയിൽ കയറി. അതിനകത്തുള്ള യാത്രക്കാരോ അല്ലെങ്കിൽ കണ്ടക്ടർക്കോ ഡ്രൈവർക്കോ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ശരിക്കും
വളരെ നല്ല മനുഷ്യരായിരുന്നു ആ കണ്ടക്ടറും ഡ്രൈവറും, ഒപ്പം യാത്ര ചെയ്ത ആൾക്കാരും. രാത്രിയാണ്, അവർക്ക് വേണമെങ്കിൽ ബഹളം വയ്ക്കുക, എന്തിനാണ് വണ്ടി നിർത്തി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കാം. പക്ഷേ ആരും ചോദിച്ചില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ അവരോട് നന്ദി പറയുന്നു. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇവർക്ക് വണ്ടി നിർത്തി കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നെ കല്ലട ട്രാവൽസിലെ സ്റ്റാഫുകളുടെ ബിഹേവിയർ വളരെ മോശമാണ്. കുറേ അധികം ആൾക്കാർ ഇവരുടെ സ്റ്റാഫുകളുടെ മിസ്ബിഹേവിയറിനെ കുറിച്ച് പറയാറുണ്ട്. അത് തമിഴ്നാട്ടുകാരോ ആന്ധ്രാക്കാരോ ആരോ ആയിക്കോട്ടെ, കയറുന്ന യാത്രക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കല്ലടയുടെ ഓണർ നിങ്ങളുടെ സ്റ്റാഫുകളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അത് ആരും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും അഹങ്കാരം നിങ്ങളുടെ സ്റ്റാഫുകൾ കാണിക്കുന്നത്. ശരിക്കും വളരെ മോശമാണ്. ഒരു ആൾക്ക് അയാളുടെ ആരോഗ്യാവസ്ഥ പോലും നിങ്ങൾ സ്റ്റാഫുകൾ കണക്കിലെടുക്കുന്നില്ല. ഒരു പക്ഷേ ഈ പെൺകുട്ടി മറ്റെന്തെങ്കിലും അസുഖമുള്ള, ഇപ്പം എനിക്ക് ഉണ്ടായിരുന്ന പോലെ ഒരു യൂറിനറി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണെങ്കിലോ, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? നിങ്ങൾ പറയോ? അപ്പോഴും നിങ്ങൾ കൈ കഴുകും. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റാഫുകളോട് പറയുക, നിങ്ങളുടെ യാത്രക്കാരോട് മാന്യമായിട്ട് പെരുമാറാൻ പറയുക. ഇവന്റെ ധാർഷ്ട്യം കണ്ടില്ലേ? അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന്? കാരണക്കുറ്റിയൊക്കെ ഒരെണ്ണം പൊട്ടിക്കണം, അതാ വേണ്ടത്. ഒരെണ്ണം കൊടുക്കണം, പിന്നെ അവ സംസാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് സുരേഷ് കല്ലട അദ്ദേഹമാണ് ഇതിന്റെ ഓണർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. സർ, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ ബസ്സിൽ കയറുന്നവർ ഔദാര്യത്തിന് കയറുന്നതല്ല, അവർ കാശ് കൊടുത്തിട്ടാണ് കയറുന്നത്. അവരുടെ ലഗേജ് വാങ്ങിച്ച് നിങ്ങൾ വണ്ടിക്കകത്ത് വെച്ചിട്ട് അവർ വാഷ്റൂമിൽ പോയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവര് പിന്നെ ആരോട് പോയി ചോദിക്കും? എന്നിട്ടും ഇയാൾ ചോദിച്ചെന്താണ്, ഈ സ്റ്റാഫ് ചോദിച്ചെന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. സ്റ്റാഫുകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറയുക, അല്ലെങ്കിൽ യാത്രക്കാർക്ക് അത് പണിയാവും. അത്രേ ഉള്ളൂ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവരോട് മറ്റെത്രയോ സർവീസുകളുണ്ട്. നിങ്ങൾ കല്ലടയിൽ മാത്രമേ യാത്ര ചെയ്യുമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ കാശ് കൊടുത്തിട്ടില്ല യാത്ര ചെയ്യുന്നത്. എത്രയോ മാന്യമായിട്ട് സർവീസ് നടത്തുന്ന ട്രാവൽസുകളുണ്ട്, അതിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഒഴിവാക്കി വരെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിവേ, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക്